ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 100 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. നമ്മൾ 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെച്ചിരുന്ന ചിക്കനാണിത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വയ്ക്കാം. നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം. ഇതൊന്ന് മൂടി 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മൾ ബ്രെഡ് എടുക്കണ്ടേ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ 4 സൈഡ് നമ്മളിത് ഇതുപോലെ പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണേ. കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ, പൊടിയായിട്ട്. അപ്പോൾ നമ്മൾക്ക് ചിക്കൻ റോളിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിന് നമ്മൾ ചട്ടി ആദ്യം അടുപ്പയിൽ വെച്ച് നമുക്കിതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കുടം വെളുത്തുള്ളിയാണേ, അതിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഉപ്പൊക്കെ നോക്കിയിട്ടേ ഇടാവുള്ളൂ കേട്ടോ. നമ്മൾ കാരണം ചിക്കൻ റോളിലാകുമ്പോൾ നമുക്ക് ഒരുപാട് ഉപ്പുണ്ടെങ്കിൽ കൊള്ളത്തില്ല. ഇതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാവേ. അതുപോലെ നമ്മളൊരു 3 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് ഒരുപാടൊക്കെ വേണ്ടവരാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. നമ്മൾ ഇതിനകത്തോട്ട് കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് കുറച്ച് മതിയാവും. പിന്നെ ഇവിടെ നമ്മളിത് കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല, ചതച്ച് വെച്ചിരിക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മുടെ സവോളയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഒന്ന് സിമ്മിലേക്ക് ആക്കിയിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവേ. നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് മതി കേട്ടോ. പിന്നെ നമ്മളിതിനകത്തേക്കിട്ട് അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കളർ കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മളൊരു ശകലം മഞ്ഞൾപ്പൊടി, ഒരു കുറച്ച് മതി കേട്ടോ. ശകലം മഞ്ഞൾപ്പൊടി, നമ്മൾ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്. അതുപോലെ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചത് കൊണ്ട് അധികം വേണ്ട. അതുപോലെ നമ്മളൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കാവേ. അപ്പം നമ്മൾ ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കനും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് 2-3 ദിവസത്തേക്കൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് നമ്മൾ വേറൊന്നും മല്ലിപ്പൊടിയോ അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് വേഗം വലിച്ചൊന്നും പോകത്തില്ല കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ 2 ദിവസത്തേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചിക്കൻ റോളിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉപ്പൊക്കെ ഒന്ന് നോക്കണേ, ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പം നമ്മളൊരു ഇഡ്ഡലി പാത്രം അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഈ തട്ടിൽ നമ്മൾ ശകല എണ്ണയൊക്കെ തേച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്, കാരണം ബ്രെഡ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ചിലപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ ആ കട്ടിയൊക്കെ ഒന്ന് മാറി നമുക്ക് പരത്തിയെടുക്കാൻ പാകത്തിന് നമുക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാവേ. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്ത് നമ്മുടെ പ്രസ് ചപ്പാത്തിയിലേക്ക് വെക്കുക കേട്ടോ. ഞാനിവിടെ അതിൽ എണ്ണ തേച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. ഇതതുപോലെ നല്ല പരന്ന് വന്നിട്ടുണ്ട്.
അങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡ് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡെല്ലാം ഇതുപോലെ ചപ്പാത്തി മേക്കറിൽ വെച്ചിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി മേക്കർ ഇല്ലാത്തവർ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉരുട്ടണ തടിയില്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ. നമ്മളൊരു 100 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ചേർക്കാം കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാവേ. നമ്മുടെ ബ്രെഡ് ഇതിനകത്ത് മുക്കിയിട്ടാണ് നമ്മൾ പൊരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് മാവ് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ദോശയ്ക്കൊക്കെ എടുക്കുന്ന ആ രൂപത്തിലാക്കി എടുക്കണേ. പിന്നെ ഇതിനകത്ത് മുട്ട ഇഷ്ടമില്ലാത്തവർ മുട്ട ചേർക്കണ്ട, മുട്ട ചേർക്കാതെയും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാവേ. അപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബ്രെഡ് പൊടിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ മുക്കിയെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മൈദയുടെ നമ്മൾ അവിടെ ലൂസാക്കി വെച്ചിരിക്കുന്ന മൈദമാവ് നമ്മളിതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ സൈഡിൽ ഇതുപോലെ മൈദമാവ് തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യും. അപ്പോൾ അവിടെ ഒട്ടും. അങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ റോളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മൈദയിൽ മുക്കിയെടുക്കാവേ. നന്നായിട്ടൊന്ന് മുക്കിയിട്ട് ഈ ബ്രെഡിൻ്റെ പൊടിയിലും കൂടെ ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇടാം. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതിങ്ങനെ വറുത്തെടുക്കാവേ. പിന്നെ നമ്മൾ എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ തീ സിമ്മിലോട്ടൊന്ന് ഇടണേ, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ റോള് കരിഞ്ഞു പോകും. ഇത് നല്ല മെറൂൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ നമുക്ക് റോളാക്കി മുക്കിയെടുത്തോണ്ട് വരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതാ 2 വശം നല്ലോണം അതെ പൊരിഞ്ഞ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കാം. നമുക്കത് പുറത്തുനിന്നൊന്നും വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി നല്ല ടേസ്റ്റോടുകൂടെ കഴിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ സോസിലൊക്കെ മുക്കി ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലിതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ഒരു കമൻറ്റും കൂടി എഴുതണേ. ഓക്കെ, താങ്ക് യു.